നമസ്കാരം. ഷാജി കൈലാസിൻ്റെ വരവ്. ഷാജി കൈലാസ് എന്നുള്ളൊരു ബ്രാൻഡാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിജയം തന്നെയാണ്. അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു ബ്രാൻഡാണ് ഷാജി കൈലാസ് എന്ന് പറഞ്ഞാൽ. അതൊരു ബ്രാൻഡെന്ന് പറയാം. ആ ഒരു പേരിൻ്റെ ഇതിലാണ് ഞാൻ ഇന്നലെ വർഷങ്ങൾക്ക് ശേഷം ഫസ്റ്റ് ഡേ തന്നെ ഒരു സിനിമ കാണാൻ ഇടയായത്. സിനിമ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ. ഞാനൊരു സിനിമ നിരൂപകനൊന്നുമല്ല, ആദ്യമേ പറയാം. സാധാരണക്കാരനൊരു സിനിമ കാണാൻ പോയിട്ട് വന്ന് അവൻ്റെ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. ഞാൻ പ്രതീക്ഷിച്ച ഒരു ലെവലിലോട്ട് വന്നില്ല. കാരണം ഭയങ്കരമായ ഒരു ഗ്യാപ്പാണ് പുള്ളിക്ക്. ഇടയ്ക്ക് 1-2 സിനിമ വന്നെങ്കിലും ആ ഗ്യാപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലോട്ട് പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിയുടെ മാസ് സിനിമകളിലൊരു ചട്ടക്കൂടുണ്ട് സ്ഥിരം. എന്താണ്, നായകൻ ജയിലിൽ നിന്ന് വരിക അല്ലേ, അങ്ങനെ അല്ലെങ്കിൽ ഒരു അമ്പലം അല്ലെങ്കിൽ പള്ളി, ഇതിലൊരു പള്ളിയൊക്കെയാണ്. അപ്പം തിരിച്ചു വന്ന് പക വീട്ടുന്ന ഒരു സിനിമ. ആദ്യം അതാണ് മാറാനുള്ളത്. മാറി ചിന്തിച്ചാലേ പറ്റുള്ളൂ. ഈ സിനിമ കാണണമെന്ന് ഞാൻ പറയില്ല. ഇഷ്ടപ്പെട്ട ഒരു ഷാജി കൈലാസിനെ ഇഷ്ടപ്പെടുന്നവർ പോയി കാണാം. പ്രശ്നം പുതുമ എന്നൊരു സാധനം ഇല്ല എന്നുള്ളതാണ്. സിനിമയുടെ ആദ്യം മുതൽ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പാട്ട് എനിക്ക് ആദ്യമേ പറയാനുള്ളതാണ്. എന്തൊരു ലില്ലി മലര എന്തിനകമേ ഒന്നു പിടയേ കണ്ണക നനഞ്ഞ് എന്തരാണ് ഉദ്ദേശിച്ചേക്കണമെന്ന് പറഞ്ഞത്. ലില്ലി ഒരു വാക്കുകളിട്ട് ഇതൊക്കെയാണ് ആ പാട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ നല്ല പാട്ടുകളുണ്ടാക്കാനുള്ള ആൾക്കാരില്ല. പിന്നെ എനിക്ക് പ്രശ്നം തോന്നിയത്, എനിക്ക് ഷാജി കൈലാസിനെയൊക്കെ പോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ഗായകനാണ് MG ശ്രീകുമാർ. പുള്ളിയാണ് ഇതിൽ പാടിയിരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷം ശ്രീകുമാർ പാടിയ ഒരു പാട്ട് സിനിമയിൽ ഒന്നാണ്. ഒരു വയ്യായ്മ ഉണ്ട്. അതൊരു കുറ്റമൊന്നുമല്ല. എന്നാലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതൊരു പൈസ മുടക്കുന്നൊരു സാധനമില്ലേ. അപ്പോൾ അതിലേക്ക് കൂടുതൽ അങ്ങോട്ട് കംഫർട്ട് ആവലെണ്ണ. അറിയാമെന്നുള്ളവർ അവരെ വിളിച്ച് പാടിച്ച ശരിയാകും. അതില്ല കാലം എം ജി ഉണ്ടൊക്കെ പാടി തളർന്ന് മതി. അതാണ് പറഞ്ഞത്, ആ ഒരു ക്ഷീണം ആ പാട്ടിലുണ്ട്. പാടി തളർന്ന് നിൽക്കുകയാണ് അവരൊക്കെ. ഈ ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള ഏതോ റിയാലിറ്റി ഷോകളിലൊക്കെ എത്ര ടാലൻറ്റഡ് സിംഗേഴ്സാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വിന്നേഴ്സായ സ്റ്റാർ സിംഗറിലെ ഒരുപാട് മെയിൽ സിംഗേഴ്സുണ്ട്. അവരൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ പരിഗണിക്കുന്നില്ല എന്നാണ് ഞാൻ മുമ്പേ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ വന്ന് ആരും മോശക്കാരില്ല. ഇപ്പോൾ MG ശ്രീകുമാറിൻ്റെ ആ ടൈപ്പ് സൗണ്ടാണ് അന്ന് വന്ന ബൽറാം എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് പാടാൻ. പിന്നെ ആണുങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അരവിന്ദുണ്ട്. അരവിന്ദനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്കല്ല, ശ്രീരാഗിനാണ് എനിക്ക് ആ ഒരു ടീമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിംഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അവരൊക്കെ പാടണം. ഗോകുല്, അവർക്കൊക്കെ പ്രധാനപ്പെട്ട നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അവസരം കൊടുക്കാത്തത് എന്താണ് എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ സ്റ്റേജ് ഷോസും പലരും അവർ കംഫർട്ടാണ്, അവർ പൈസയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ പിള്ളേരെ പാട്ട് വരേണ്ട എണ്ണ. അവർ ഈ പാടി ആശ്വാസം ചിത്രയൊക്കെ പാട്ട് പാടിക്കൊണ്ട് നടന്നാൽ മതിയാ. ആ രീതി കൂടെ ചിന്തിക്കണം. പുതിയ പിള്ളേരെ കൊണ്ടുപോകാം. ശ്രീരാഗൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ്. ആ മമ്മൂടിയുടെ സിനിമയിലൊക്കെ പാട്ടില്ലേ, അവരെ കൊണ്ടൊക്കെ പാടിച്ചാലല്ലേ അവർ കയറി വരാൻ പറ്റും. ഇത് വയ്യ. MG അണ്ണന് വയ്യാന്നുള്ള രീതിയിലാണ് ലില്ലി മലരെയൊക്കെ പാടിയിരിക്കുന്നത്. ഫസ്റ്റ് ആ സിനിമ കണ്ടു തുടങ്ങിയപ്പോഴേ എനിക്ക് ഡൗണായി ആ പാട്ട് കേട്ടപ്പോഴേ. വരികൾ പോകണില്ല, കിഴങ്ങ്. ഞാൻ പറഞ്ഞില്ലേ, വാക്കുകൾ ചുമ്മാ കൂട്ടിയൊരു പാട്ട്. എനിക്ക് തോന്നിയത് ടെക്നിക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ നമ്മൾ കണ്ട സാധനങ്ങൾ വർഷങ്ങളായിട്ട് തെലുങ്ക്, തമിഴ്, മലയാള സിനിമകളിലൊക്കെ, ഹിന്ദി സിനിമകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ. ആക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കോമണാണ്. ഒരു സിനിമ, ഒരു പുതിയൊരു സാധനം കാണുമ്പോൾ വാവ് ഒന്ന് ആക്ഷൻ ആയാൽ പോലും തോന്നണമെങ്കിൽ നമ്മൾ കാണാത്ത രീതിയിലൊരു സാധനം കാണണം. ഈ ടെക്നിക്കൽ സൈഡിനെയൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ടെക്നിക്കലിൽ ഒരുപാട് പുതിയൊരു സാധനം പറഞ്ഞാൽ അത്രയ്ക്ക് ടാലൻ്റ്. പലരും കോപ്പി പേസ്റ്റ് താരങ്ങളാണ്. ഏത് മേഖലയിലായാലും കോപ്പി പേസ്റ്റ് ഉണ്ട്. അവരും ജീവിച്ചു പോകും. പക്ഷേ അതല്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനം പറഞ്ഞാൽ ഈ കോപ്പി പേസ്റ്റ് ആൾക്കാരെ മാറ്റി വെച്ചിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്ന പുതിയ VFX എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പുതിയ സാധനങ്ങൾ, ആക്ഷൻ രംഗങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള സാധനങ്ങൾ പറഞ്ഞു. ചുമ്മാ കുറേ കാറ്റിട്ട് ഇങ്ങോട്ടെടുത്തെറിഞ്ഞ് സൗണ്ട് 4 പാടുന്ന സൗണ്ട് കേൾപ്പിച്ചുകൊണ്ടുള്ള ആക്ഷനല്ല. പിന്നെ ബസ്സിലൊരു ആക്ഷൻ, ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ബസ്സിലാണ് ഒരു അടി. അതൊരു ട്രെൻഡാക്കിയിരിക്കുകയാണ്. ഇപ്പം നോബഡി എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമയാണെന്ന് തോന്നുന്നു. അതിലൊരു ബസ്സിലൊരു ആക്ഷനുണ്ട്, ഗംഭീര സാധനമാണ്. നോബഡിയാണെന്ന് തോന്നുന്നു, തെറ്റാണെങ്കിൽ തിരുത്തുക. ബസ്സിനകത്തൊരു ആക്ഷൻ വൈറലായ ഒരു ട്രെയിൽ ഇത് കിടപ്പുണ്ട് യൂട്യൂബിലൊക്കെ. ഇപ്പോൾ ഞാനിപ്പോൾ കാണാൻ ഐ നോബഡി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് ബസ്സിനകത്തൊരു അടിയുണ്ട്. ഇതിൽ തുടങ്ങുന്നത് ബസ്സിനകത്തൊരു അടി. അതൊക്കെ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും. എന്നാലും അതൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വേണ്ടേ. മുമ്പ് കണ്ട അതേ അടികൾ തന്നെ ഒരു അടിച്ച് വീഴുമ്പോൾ കാറ്റ് പറത്തി മണ്ണ് പറക്കണം, തൂക്കണം. അതൊക്കെ ടെക്നിക്കലി ആക്ഷൻ സൈഡിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ കഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഒരേ ഒരു ചട്ടക്കൂട്. ഒരു നായകൻ എവിടെ നിന്നോ ജയിലിൽ നിന്ന് വരുന്നു, പക വീട്ടിൽ പോകുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മാറി ചിന്തിക്കുക. നിങ്ങളെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അപ്ഡേറ്റ് ചെയ്യുക കംഫർട്ട് സോണിൽ. പിന്നെ ഈ അഭിനയിക്കുന്നവരുടെ കേസായി ജോജു ജോർജ് ആയാൽ പോലും നമുക്ക് ഇഷ്ടമുള്ള നടനാണ്. പക്ഷേ ഈ അഭിനയിച്ചവരെല്ലാം തന്നെ ഒരു കംഫർട്ട് സോണിൽ നിന്നാണ്. അവരൊക്കെ ഒരു താരങ്ങളാണെന്നുള്ള രീതിയിൽ
ഈ എക്സ്ട്രാ ഒരു നമുക്ക് വാവ് തോന്നുന്ന സിനിമകൾ എടുക്കുന്ന പുതിയ ഒരുപാട് ആൾക്കാരുണ്ട്. ദിലീഷ് പോത്തനൊക്കെ ആയാൽ പോലും അവരൊക്കെ ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്രൂമിങ് സെഷൻ എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. അതൊന്നും ആ ഏരിയയിൽ പോലും പോയിട്ടുണ്ടാവില്ല നിങ്ങളൊന്നും. ഗ്രൂമിങ് സെഷൻ എന്ന് പറഞ്ഞാൽ ഏത് നടൻ്റെ വലിപ്പച്ചെറുപ്പം ഇല്ലാതെ അവരെ സിനിമ തുടങ്ങുന്നതിന് ഗ്രൂമിങ് സെഷൻസ് കാണും. പല സ്ഥലങ്ങളിൽ കൂടി ഉള്ള ഒരു ഗ്രൂമിങ് സെഷൻ, അവരുടെ കഥാപാത്രമായിട്ട് ഇഴുകിച്ചേർന്നിട്ടുള്ള സാധനം. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ കാറിൽ വന്നിറങ്ങുന്നു, എന്താണ് ഇവിടെ വാനുണ്ടല്ലോ, എന്തൊരു വാൻ, ക്യാരാവാൻ കയറിയിരിക്കുന്നു, വന്ന് അഭിനയിച്ചിട്ട് വീണ്ടും കയറിപ്പോയിരിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഒരു നാടകീയത്തെ ഒരു സ്ഥിരം ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അഭിനയങ്ങളിലും ആരും തോന്നിയിട്ടില്ല. ജോർജ് ജോർജൊക്കെ സ്ഥിരം ഒരു മുണ്ടും ഒരു ഉടുപ്പൂട്ട് വന്ന് നിൽപ്പുള്ള ഒരു സാധനമാണ്. പിന്നെ കൂടുതലും ക്ലോസപ്പ് കാണിക്കുമ്പോൾ കാറ്റും ആ കണ്ണിൻ്റെ തീക്ഷ്ണതയൊക്കെ കാണിച്ചാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും പൈസ മുടക്കി വളരെ നാളുകളെ തിരിച്ചു വരണം എന്നുള്ള രീതിയിലൊരു വരവ് പോലൊരു സിനിമ ഒക്കെ എടുക്കുമ്പം ഇങ്ങനെ ഒരു എഫേർട്ട് പോരാ എന്നാണ് പ്രിയപ്പെട്ട ഷാജി എണ്ണ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഇനി വരവാരും കാണാതിരിക്കുകയൊന്നും വേണ്ട, പോയി കാണുക. ഒരു സാധനം ഉണ്ട് അതിനകത്ത്, എന്തൊക്കെ ഒരു സാധനം നമ്മുടെ മോശമല്ല, ഈ നോബടി കണക്കൊന്നുമല്ല. കാണാനുള്ളൊരു എന്താ നമുക്കൊരു കണ്ടിരിക്കുക. ഇടയ്ക്ക് ഒന്ന് ഉറങ്ങിപ്പോവെങ്കിലും എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് അടിച്ചിട്ടെങ്കിലും നമ്മൾ ഉണർത്തുന്നുണ്ട്. ഒരു അവസാനത്തെ ഒരു അരമണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ 23 മിനിറ്റാണുള്ളത്. അവസാനത്തെ ഒരു അരമണിക്കൂറിൻ്റെ ഭാഗത്തോട്ട് എത്തുമ്പോൾ ഉറങ്ങിപ്പോകുന്നൊരു സാധനം നമ്മൾ മനസ്സിലായി. ഒരു 1.5-2 മണിക്കൂർ 1.5-3 മണിക്കൂർ ആകുമ്പോൾ എന്തിനാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ കണ്ട പല കാര്യങ്ങളും തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പം നമ്മൾ റിമോട്ടൊക്കെ തപ്പും. നമ്മൾ വീട്ടിലിരുന്ന് ടി വി കണ്ട് പുല്ലിത് ഫോർവേഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ അവസാനം കണ്ടിട്ട് പോകും. അപ്പോൾ തീരുമാനത്തിൽ തിയേറ്ററിലാണല്ലോ ഞാൻ ഇരിക്കുന്നതെന്ന് തോന്നിപ്പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. നമ്മൾ അഥവാ ഉറങ്ങിപ്പോയാലും ഉണർത്താനുള്ള സൗണ്ട് പരിപാടി ഉണ്ട്. പാത്രം എടുത്തിട്ട് ഏതെങ്കിലും സൈഡിൽ അടിക്കും നമ്മൾ ഉണരും. ഞാനങ്ങനെ ഉണർന്നായിരുന്നു. അപ്പോൾ അതാണ് വരവിനെ പറ്റി ഉള്ളൊരു സാധനം. ഈ പേരും വരവ് എന്ന് പറയുമ്പോൾ തിരിച്ച് വരവ് നമുക്ക് പറയാം. പിന്നെ നമ്മുടെ നാട്ടിൽ വരവ് സ്വർണ്ണമെന്ന് പറയും, മുക്ക് പണ്ടം എന്ന് പറയില്ലേ. സ്വർണ്ണമാണെന്ന് തോന്നും, പക്ഷേ വരവാണെന്ന് പറയും. ആ ഒരു ഫീലാണ്. അപ്പം ഷാജി അണ്ണൻ്റെ അടുത്ത് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്, ഇനി വരണം സിനിമ, നമ്മൾ സപ്പോർട്ട് ചെയ്യും ഉറപ്പായിട്ടും. പോയി വന്ന് കണ്ടേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നല്ലതല്ലെങ്കിൽ വന്നിരുന്ന് അയ്യോ നല്ല പടമാണേ എന്ന് പറഞ്ഞ് കള്ളത്തനം പറയാൻ പറ്റില്ല. നല്ല പടമാണ്, നമ്മളിപ്പോൾ കണ്ട് സഹായിക്കാം. പക്ഷേ ഇത് ശരിയായില്ല. ഒരു മൊത്തത്തിലൊരു പോതരവ് വന്നില്ല. തിരുവനന്തപുരം പക്ഷേ ജഗതിയുടെ സിനിമ പോലെ പോതരവ് വന്നില്ല. മൊത്തത്തിലൊരു പോതരവ് വന്നൊരു നല്ല സിനിമ എടുക്കണം. അതിനുവേണ്ടി പ്രധാനമായി കൂടെ നിൽക്കുന്നവരെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡയറക്ടർ മാത്രമല്ല, നിങ്ങൾ പറയുന്ന സാധനങ്ങൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പുതിയ രീതിയിൽ വരണമെങ്കിൽ ആ ടെക്നിക്കൽ സൈഡ് ചെയ്യുന്നവർ എക്സ്ട്രാ ഓർഡിനറി ആയാലേ പറ്റുള്ളൂ. അത് വെച്ച് ഒരുപാട് കയറി വരാൻ പറ്റും. പിന്നെ അഭിനയിക്കുന്നതിന് മുമ്പ് അതാണ് മലയാള സിനിമ, ഏത് സിനിമയിലും മാറ്റങ്ങൾ വരുന്ന ഗ്രൂമിങ് സെഷൻസാണ്. അഭിനയിക്കുന്നവർ ചുമ്മാ വന്ന് കാറി കയറി വന്നിട്ട് അഭിനയിച്ചിട്ട് പോയാൽ ഒരു തേങ്ങയും നടക്കില്ല. കഥയുമായി അവരെ അങ്ങ് പാകപ്പെടുത്തിയെടുക്കണം എന്നൊക്കെയാണ് പറയാനുള്ളത്. ഇതൊരു സിനിമ റിവ്യൂ ഒന്നുമല്ല. സാധാരണക്കാരൻ ഒരാൾ സിനിമ കണ്ടിട്ട് സമകാലികമായ കാര്യങ്ങളൊക്കെ കൂടെ വച്ച് 2 തള്ളിയതാണ്. മറിഞ്ഞ് വീഴണ്ട, വരാൻ പറ്റും തിരിച്ച്. മുക്ക് വരവല്ല, നല്ല ഒറിജിനൽ വരവ് തന്നെ അണ്ണന് വരാൻ പറ്റും. ഒരു കോൾ വരുന്നു. അപ്പോൾ ശരി, അപ്പോൾ കാണാം.